നമസ്കാരം. തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ കൊപ്ര എത്തി തുടങ്ങിയതോടെ കേരളത്തിൽ വെളിച്ചെണ്ണ വില താഴ്ന്നു തുടങ്ങി. 500 രൂപയ്ക്ക് മുകളിൽ പോയിരുന്ന വെളിച്ചെണ്ണ വില ഇപ്പോൾ 400-ലാണ്. വരും ദിവസങ്ങളിൽ വില ഇനിയും കുറഞ്ഞേക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. സപ്ലൈകോ വഴി 2.5 ലിറ്റർ വീതം വെളിച്ചെണ്ണ നൽകാനുള്ള സർക്കാർ തീരുമാനം വിപണിയിൽ നിർണായകമാണ്. ഓണസമയത്ത് വില കൂട്ടി വിൽക്കാനായി മാറ്റിവച്ചിരുന്ന വെളിച്ചെണ്ണ വിപണിയിലേക്ക് ഇറക്കാൻ തമിഴ്നാട് ലോബി തയ്യാറായതാണ് പെട്ടെന്ന് വില കുറയാൻ ഇടയായത്. 90 ലക്ഷത്തിലധികം റേഷൻ കാർഡ് ഉടമകളിലേക്ക് സപ്ലൈകോ വെളിച്ചെണ്ണ എത്തുന്നതോടെ വിപണിയിലെ ആവശ്യകത കുറയും. ഓണത്തിന് വലിയ ലാഭം പ്രതീക്ഷിച്ചിരുന്ന സ്വകാര്യ ലോബി ഇപ്പോൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന എണ്ണ വിപണിയിലേക്ക് എത്തിക്കുകയാണ്. വെളിച്ചെണ്ണ വില കൂടിയതോടെ പലരും പാം ഓയിൽ, സസ്യ എണ്ണ എന്നിവയിലേക്ക് മാറിയിരുന്നു. ഇതും വെളിച്ചെണ്ണ ഡിമാൻഡ് കുറയാൻ ഒരു പ്രധാന കാരണമായി. കേരളത്തിലെ മില്ലുകളിലേക്ക് കൊപ്ര കൂടുതലായും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. കഴിഞ്ഞ 2 മാസമായി കൊപ്ര വരവ് തീർത്തും കുറവാണ്. എന്നാൽ വിളവെടുപ്പ് തുടങ്ങിയതോടെ തേങ്ങ ലഭ്യത ഉയർന്നിട്ടുണ്ട്. 280 രൂപ വരെ പോയിരുന്ന കൊപ്ര ഇപ്പോൾ 220 രൂപയിൽ താഴെയായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന തേങ്ങ പിന്നീട് കൊപ്രയായിട്ടോ വെളിച്ചെണ്ണയായിട്ടോ ആണ് തമിഴ്നാട്ടിൽ നിന്ന് അതിർത്തി കടന്ന് എത്തുന്നത്. കൊപ്ര ലഭ്യത കുറഞ്ഞതോടെ സംസ്ഥാനത്ത് ചെറുകിട മില്ലുകൾ പ്രവർത്തനം താത്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വീണ്ടും കൊപ്ര വന്നു തുടങ്ങിയതോടെ ഈ മില്ലുകൾ വീണ്ടും സജീവമാകും. ഉയർന്ന വിലയ്ക്ക് കൊപ്ര ശേഖരിക്കേണ്ടി വന്ന കേരഫെഡിന് വലിയ തിരിച്ചടിയാണ് പെട്ടെന്നുള്ള വിലക്കുറവ് പ്രതിസന്ധിയാക്കുന്നത്. കൊപ്രയ്ക്ക് 275 രൂപ വന്നപ്പോൾ 299 രൂപയ്ക്കാണ് കേരഫെഡ് കൊപ്ര സംഭരിക്കാൻ തുടങ്ങിയത്. അതോടെ കേരഫെഡ് കൊപ്ര വാങ്ങിച്ചു. പക്ഷേ വളരെ താഴ്ന്ന നിരക്കിൽ എണ്ണ വിൽക്കണമെന്നാണ് കേരഫെഡിന് മുന്നിലുള്ള പ്രതിസന്ധി. ചൈനയിൽ തേങ്ങ അനുബന്ധ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കൂടിയതാണ് തേങ്ങ ക്ഷാമത്തിനുള്ള കാരണമായത്. ചൈന വൻതോതിൽ തേങ്ങ വാങ്ങിക്കൂട്ടുന്നുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് കൊപ്ര ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യത ഇതുമൂലം ഇല്ലാതായി. കേരളത്തിൽ നിന്നുള്ള തേങ്ങ മുഴുവൻ തമിഴ്നാട്ടിലെ മില്ലുകൾ പൊന്നും വിലയ്ക്ക് വാങ്ങുകയാണ്. ചകിരിയോടെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് അവർ ചെയ്യുന്നത്. രാജ്യത്ത് തേങ്ങ ഉൽപാദനത്തിൽ നിലവിൽ 3-ാം സ്ഥാനത്താണ് കേരളം. 2017-18 സാമ്പത്തിക വർഷം 845.2 കോടി തേങ്ങയാണ് കേരളത്തിന് ഉൽപ്പാദിപ്പിക്കാനായത്. എന്നാൽ ഓരോ വർഷവും ഉൽപാദനം കുറയുന്നതിനാണ് പിന്നീട് വർഷങ്ങൾ സാക്ഷ്യം വഹിച്ചത്. 2023-24 വർഷത്തെ ഉൽപാദനം 564.7 കോടിയിൽ ഒതുങ്ങുന്നതായിരുന്നു. കേവലം 5 വർഷം കൊണ്ട് 300 കോടിക്കടുത്താണ് ഉൽപാദനത്തിലുണ്ടായ കുറവ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.